ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ആക്ച്വലി എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ആ പെണ്ണെന്താ കുറവ്? എനിക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പോയി സംസാരിക്കും. വൈഷുട്ടായി ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? ആക്ച്വലി ഒരു 100-ൽ ഒരാൾക്കെങ്കിലും എന്നെ അറിയായിരിക്കും. എൻ്റെ പേര് രേഷ്മ. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പം എൻ്റെ ചാനൽ എൻ്റെ ഒപ്പം ഇല്ല. എൻ്റെ ചാനലിൽ അടിച്ചു പോയി ഗൈസ്. എന്താണ് റീസൺ, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത്, യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോക്കിയും കണ്ടൊക്കെ ചാനൽ കൊണ്ടുപോവുക. എപ്പോൾ വേണേലും 8ന്റെ പണി കിട്ടാം. അതുകൊണ്ട് വേറെ സ്ട്രൈക്കും ടെർമിനേഷനും ഒന്നും വരാണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഞാൻ അങ്ങനെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തിട്ടും എൻ്റെ ചാനൽ പോയി. ഞാൻ ആക്ച്വലി ഇന്നലെയൊക്കെ ഭയങ്കര ഡെസ്പായിരുന്നു ഗൈസ്. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിപ്പോയി ഇങ്ങനൊരു കാര്യം. കാരണം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് വീഡിയോ ഇട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആക്കുക, അതിൻ്റെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അത് മോണിറ്റൈസ്ഡ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഓണറിനെ സംബന്ധിച്ച് ഭയങ്കര നമ്മുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീമാണ് എന്നൊക്കെ പറയാം അല്ലേ. സോ ഇതൊക്കെ ഏകദേശം അച്ചീവായി മോണിറ്റൈസേഷനൊക്കെ ആവാനായിരുന്ന ചാനലായിരുന്നു. പെട്ടെന്ന് അടിച്ചുപോയി. അതിൻ്റെ റീസണും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം. സോ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പുതിയ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊന്നും തവരില്ല രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ നിന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂടെ തന്നെ നിൽക്കുക. എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സങ്കടം പോകുന്നില്ല ഗൈസ്. ഞാൻ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ആ ഒരു മെന്റൽ ഷോക്കിന്ന്. ആക്ച്വലി ഇന്ന് മൺഡേ ആണ്. സൺഡേ എനിക്ക് ചർച്ചിലൊക്കെ പോകണം, അല്ലാതെ പുറത്തൊക്കെ പോകണം എന്നുള്ള റീസൺസിൽ എനിക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഏർലി മോർണിംഗിൽ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അതാണ് എനിക്ക് 8ന്റെ പണി കിട്ടിയത്. വെറുതെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ പുറത്തായിരുന്നത് കൊണ്ട് മാത്രം ഈ ഒരു മെയിൽ വന്നപ്പോൾ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റി. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലാവുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. സോ വിഷമമുണ്ട്, നല്ല രീതിക്ക് വിഷമമുണ്ട്. വിഷമം എന്ന് പറയാൻ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ലൈഫിൽ ഇതൊക്കെ കടന്നു പോകണല്ലേ, എന്തൊക്കെ വിഷമങ്ങൾ നമ്മൾ വേറെ സഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കിട്ടിയ ഒരു ഇതാണെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഇങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന പോലെ അത്രയും പ്രൊഫഷണലിസം കൂട്ടിക്കലർത്തി പറയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനൽ പോയി. പുതിയ ചാനലാണിത്, രേഷ് ടോക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ പഴയ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. റിയാക്ഷൻ വീഡിയോസും ട്രോൾസും ഡെയിലി വ്ലോഗ്സും ബ്യൂട്ടി ടിപ്സും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോവാമല്ലേ. ഞാനിനി എത്ര നാൾ വീഡിയോ ഇട്ടാൽ എനിക്കിനി പഴയതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് അറിയില്ല. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല, എൻ്റെ പുതിയ ചാനലാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി, ചാനൽ സ്ട്രൈക്ക് കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്നതിലുപരി നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അത് എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ഓർക്കുമ്പോൾ തന്നെ തല ഇറങ്ങാണ്. അതുകൊണ്ട് എൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാൻ എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. സോ പുതിയൊരു ബിഗിനിങ് അല്ലേ, പുതിയൊരു വീഡിയോ, പുതിയൊരു യൂട്യൂബ് ചാനൽ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. എൻ്റെ പഴയ ചാനൽ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ പോലെ നമ്മൾ ഓരോന്ന് കൊടുത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് ഓർത്ത് വളർത്തി വലുതാക്കി എൻ്റെ ചാനലായിരുന്നു. ഓക്കെ,
പോണതൊക്കെ പോട്ടെ അല്ലേ, സാരമില്ല. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ടു റേസ് ടോക്സ്. ബൈ.